പ്ലസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, രാവിലത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രാവിലെ അരിയൊക്കെ അടുപ്പത്തിട്ടായിരുന്നേ. പിന്നെ ഇന്ന് ഉണ്ടാക്കണ ദോശയാട്ടോ. അപ്പോൾ ഇന്നലെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു. പിന്നെ അത് പുളിച്ച് കിട്ടാനായിട്ട് ഞാൻ ഈ അടുപ്പിൻ്റെ സൈഡിലാട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ ഒരു 8:30 ആയപ്പോൾ അവിടെ അരിയൊക്കെ അരച്ച് വെച്ചിരിക്കും. കാരണം നല്ല ചൂടാണ്. പിന്നെ അതുമല്ല ഞാൻ അടുപ്പിൻ്റെ സൈഡിലല്ലേ മാവ് വയ്ക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് പുളിച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഒത്തിരി പുളിച്ച് കിട്ടാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 8:30 ആയപ്പോഴാണ് അരിയൊക്കെ അരച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാകത്തിന് മാവൊക്കെ പുളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. ചില സമയത്ത് മാവ് പുളിച്ചില്ലെങ്കിൽ ആ ദിവസം പോയിട്ട് ഭയങ്കര സങ്കടം വരും. ഇത്രയും കഷ്ടപ്പെട്ട് മാവ് അരച്ച് വെച്ചിട്ട് പുളിച്ചില്ലെന്ന് ചോദിക്കും. ദോശമാവിന് അത്രയും പ്രശ്നമില്ലേ. പക്ഷേ ചില അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ, പാലപ്പം വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, മാവ് ശരിക്കും പുളിക്കില്ല. അന്നേരം ഭയങ്കര സങ്കടമായിട്ട് വരുന്നത്. അപ്പോൾ ദോശമാവ് പിന്നെ ഉഴുന്നൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് പുളിച്ചൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ വെച്ച് ചോറും കൂടെ അരച്ച് ചേർത്തായിരുന്നു. അതുകൊണ്ട് നല്ല സോഫ്റ്റാട്ടോ, നല്ല പഞ്ഞി പോലത്തെ മാവ് നമുക്ക് ദോശമാവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു 3:30 ആയപ്പോൾ ഞങ്ങളുടെ തോട്ടിലെ വെള്ളമൊക്കെ നിന്ന് പോയായിരുന്നു കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ലേ. ഓസിനകത്ത് ചെളി കയറിയതാണോ എന്താണെന്ന് അറിയത്തില്ല. ചേട്ടായിയും അച്ഛനൊക്കെ അമ്മയും എല്ലാവരും കൂടെ പോയിട്ട് ഓസൊക്കെ ശരിയാക്കി നോക്കി. പക്ഷേ എങ്ങനെയായാലും വെള്ളം ഇങ്ങോട്ടേക്ക് എത്തണില്ല. വെള്ളം ഉണ്ട് ഓസിനകത്ത്, പക്ഷേ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരുന്നില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് കുറേ നേരം ഒരു 6-6:30 വരെ ഇതിന് പുറകെ തന്നെയായിരുന്നു. എന്നിട്ട് വെള്ളം കിട്ടില്ല എന്ന് ഉറപ്പായ ശേഷം ഞങ്ങൾ അടുത്ത വീട്ടിൽ കിണറിൽ പോയിട്ട് വെള്ളമൊക്കെ കോരിയെടുത്തിട്ടോ. അത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം മാത്രമാണ് കിണറിൽ നിന്ന് കോരി എടുക്കുകയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് ഒരു 5-6 ബക്കറ്റൊക്കെ വെള്ളം കോരി വെച്ചു. പിന്നെ ഒത്തിരി കോരാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അത്രേ കോരി എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ടാങ്കിൽ ഒരു 3/4 ഭാഗം വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അലക്കാനും പാത്രം കഴുകാനൊക്കെ വെള്ളം എടുക്കുമ്പോൾ തീർന്നു പോലും. നമ്മൾ ഇത്ര ആൾക്കാരുണ്ടല്ലോ. അപ്പം വെള്ളം ഇല്ലാത്തതിന് ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതെൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ആകെ ഇതിന് വെള്ളം കിട്ടുമോ ഇല്ലേ എന്നൊരു സങ്കടമാണ്. പിന്നെ രാവിലെ തന്നെ ചേട്ടായും അച്ഛനും കൂടി ഒന്നും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഓസൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട്. അപ്പം ഞാൻ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ അതാ വാവച്ചി ഇതാ അടിച്ചൊക്കെ വാരുവാണ് കേട്ടോ. അപ്പോൾ അടിച്ചൊക്കെ വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല കുഞ്ഞാറ്റിയും ഉണ്ണിക്കുട്ടനും കൂടെ ചേട്ടയുടെ കൂടെ പോയിട്ടുണ്ടേ. അതുകൊണ്ട് ഒച്ചയും ബഹളമൊന്നും ഇല്ല കേട്ടോ. വാവ തന്നെ ഉണ്ടായിരുന്നുള്ളേ. അപ്പം ഞാനത് കുറച്ച് ദോശ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ എല്ലാം ചുട്ടിട്ട് വേണം ഇനി കറി എന്തെങ്കിലും വെക്കാൻ. കറി ഞാൻ മുട്ടക്കറിയാണ് വെക്കുന്നത്. മുട്ടക്കറിയും ദോശയാട്ടോ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം. അങ്ങനെ നമ്മുടെ വെള്ളം നോക്കിക്കേ, നൂല് പോലെ വന്നു, പിന്നെ പെട്ടെന്ന് നിന്ന് പോകുന്നു, പിന്നെ വീണ്ടും നൂല് പോലെ വരുന്നു. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയായേ. അപ്പം എന്താകുമെന്ന് അറിയത്തില്ല. ഏതായാലും ടാങ്കിലൊരു 3/4 ഭാഗം വെള്ളമുണ്ട്. അതൊരാകെ ഒരു പ്രതീക്ഷ. പാത്രം കഴുകാനും കൈ കഴുകാനുള്ള വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് വാവച്ചി പറഞ്ഞു അവളുടെ മുടി ഒന്ന് കെട്ടിക്കൊടുക്കാൻ വിളിച്ചു കേട്ടോ. അപ്പം ഞാൻ അവളുടെ മുടി ഒന്ന് ചീകി എടുക്കുവാണേ. അപ്പോൾ നല്ല ജടയൊക്കെ ഉണ്ട് കേട്ടോ. ചുരുണ്ട മുടി ആയതുകൊണ്ട് നല്ല ജടയുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ മുടി എടുത്താണ് ജട കളയണത്. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടിച്ചില്ലായിരുന്നു കേട്ടോ. ഇന്നലെ ഉണ്ണിക്കുട്ടൻ നല്ല പനിയായിരുന്നേ. പകലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കിടക്കാൻ നേരത്തൊന്നും അങ്ങനെ പനിയുടെ ഒരു ലക്ഷണമോ അങ്ങനെ തുമ്മലോ അങ്ങനത്തെ ചിത്താന്തോ കരച്ചിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാത്രി വെച്ചാൽ വെളുപ്പാങ്കാലാകുമ്പോൾ ഒരു 4 മണി ആയപ്പോൾ കണ്ടാണ് അവൻ 4 മണിക്ക് മുന്നേ എണീറ്റായിരുന്നേ. എണീറ്റിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഉറക്കമില്ലാണ്ട് അമ്മ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കരച്ചിൽ, ഒരു ചിത്താന്തം പോലെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എപ്പോഴും അങ്ങനെ ഉള്ളതാണ്. രാത്രി ഒരു വെളുപ്പാങ്കാലാകുമ്പോൾ വെള്ളം കുടിയും രാത്രി വെള്ളം കുടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പനിയാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം മേലൊക്കെ നിന്ന് എടുത്തപ്പോഴായിട്ട് അറിഞ്ഞത് പനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പിന്നെ അവന് മരുന്നൊക്കെ കൊടുത്ത്, മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് രാത്രി മരുന്ന് കൊടുത്തു. മരുന്നൊക്കെ കൊടുത്തിട്ട് തോളെ കിടത്തി ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ഉറങ്ങിയേയില്ല കുഞ്ഞ്. എന്നിട്ട് അവന് എടുത്തോണ്ട് നടന്നു. അങ്ങനെ നടന്ന് നേരം പുലർന്നു. ഉറങ്ങിയേ ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ട്. പിന്നെ അതിനുശേഷം ഉണ്ണിക്കുട്ടൻ്റെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ അവൻ ഉഷാറായി കേട്ടോ. പിന്നെ ഭയങ്കര ഓട്ടമൊക്കെയാണ്. പിന്നെ അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ വയറിന് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ. അത് ഒരു വിധമായി കിടപ്പുണ്ട്. ഇന്നത്തെ ദിവസമേ ഇങ്ങനെ ആയിപ്പോയി. എന്താണെന്നറിയാം, രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇങ്ങനെ വെള്ളമില്ല, പിള്ളേർക്കാണ് സുഖമില്ല, മൂഡൗട്ട് എന്ന് പറഞ്ഞാൽ മൂഡൗട്ടാട്ടോ.
അപ്പം ഞാനിതാ രാവിലെ മുട്ടക്കറി വെക്കാനൊക്കെ മുട്ട പുഴുങ്ങാൻ അടുപ്പത്താട്ടം വെച്ചേക്കണം. നല്ല തീ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ അടുപ്പിൽ വെക്കാമെന്ന് വെച്ചു. പിന്നെ ചോറൊക്കെ വാർത്ത് കേട്ടോ. അങ്ങനെ മുട്ടയ്ക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനിതാ സവോളയൊക്കെ വഴറ്റി മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കുവാണേ. പിന്നെ ഇന്ന് അച്ഛനും അമ്മയ്ക്ക് ഇന്ന് പെൻഷൻ കാശ് കിട്ടും കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വിഷു വരാൻ പോകുമല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് വിഷു കൈനീട്ടം തരാനായിട്ട് അവരൊക്കെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ കശുവണ്ടി ചാക്ക് ഇച്ചിരി കൂടെ നിറയാനുണ്ട്. അതുകൂടെ നിറഞ്ഞ് കഴിയുമ്പോൾ ശനിയാഴ്ച കൊടുക്കും കേട്ടോ. വിഷുവിന് മുന്നേ കൊടുക്കുവേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചൊരു കാശ് കിട്ടും. പിന്നെ ചേട്ടായിക്ക് ഇത് കിട്ടിയായിരുന്നല്ലോ മീറ്റിങ്ങിന് സമയത്ത് 10,000 രൂപ കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാം കൂട്ടിയൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വിഷു കഴിയുമ്പോൾ നാട്ടിലോട്ട് പോകുവേ. നാട്ടിൽ അമ്മ വരും കൂട്ടാനായിട്ട്. അമ്മയുടെ കൂടെയായിട്ട് ഞങ്ങൾ പോകണത്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ്. പിന്നെ അങ്ങോട്ട് നല്ല ചൂടാന്ന് പറയുമ്പം സന്തോഷത്തിൻ്റെ പകുതി മാറിപ്പോട്ടെ. കാരണം ഇവിടുത്തെ കാലാവസ്ഥയല്ലല്ലോ അവിടുത്തെ കാലാവസ്ഥ. ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും. നല്ല ചെറു തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങോട്ട് അങ്ങനെയല്ല. രാവും പകലും ഒരേ ചൂട് തന്നെയായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും പോകും തന്നെ തീരുമാനത്തിലാട്ടോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയും, എങ്ങനെ നിങ്ങളവിടെ നിൽക്കും, നല്ല ചൂടാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്കത് വിഷയമല്ല, കുഴപ്പമില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും കിടന്നോളാമെന്ന് പറയും. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്. വീട്ടിൽ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ രാവിലെ കഴുകി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും. നല്ല ചൂടല്ലേ, ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും എന്തായാലും ഉണങ്ങി കിട്ടും. പൊള്ളുന്ന ചൂടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ മുട്ടക്കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് പാലുണ്ടായിരുന്നു. ആ പാലിൽ പാൽച്ചായയും വെച്ചു. രാവിലെ കൊണ്ടുവന്ന പാലുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ തിളപ്പിച്ചൊക്കെ വെച്ചു. ഇതാണ് സ്ട്രോബെറി ജ്യൂസ്. മരുന്ന് കഴിക്കണ്ടേ? അത് സ്ട്രോബെറി ജ്യൂസ് ആണ്. മധുരമുള്ളതാ സ്ട്രോബെറി ജ്യൂസ്. മധുരമുള്ളതാണ് സ്ട്രോബെറി ജ്യൂസ്. ഇല്ല ചക്കര ഇല്ലടാ തക്കടൂ. അവര് ഇഷ്ടപ്പെട്ടു. ചെറിയ പനി തീർന്നു. ഉണ്ണിച്ച് കരിക്കലത്തി പോയി വീണ്. കൊഞ്ചുവാ. അമ്മ മനപ്പുറം കൊച്ചിനുറക്കുവാണ്. എന്നിട്ട് വേണം എനിക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ. നിങ്ങൾ അമ്മയോട് പറയില്ലേ? അതിന് ഉണ്ണിക്കുട്ടനൊന്നും ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ തിണ്ണയൊക്കെ ഒന്ന് തുടയ്ക്കുവാണ്. തിണ്ണ മാത്രമല്ല, എനിക്ക് വീടിൻ്റെ അകമൊക്കെ തുടയ്ക്കാനുണ്ട്. അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തിണ്ണ നല്ല അത്യാവശ്യം പൊടിയും ചെളിയൊക്കെ ഉണ്ട്. ഉണ്ണിക്കുട്ടൻ കയറി ഇറങ്ങി പൊടി മൊത്തം ആക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ വിളക്ക് വെക്കുന്നതിന് മുന്നേ ഒന്ന് തുടച്ചിട്ടാട്ടോ വിളക്ക് വെക്കുന്നത്. പിന്നെ കുഞ്ഞരയുടെ വയറുവേദന ഒട്ടും മാറിയില്ല കേട്ടോ. പിന്നെ വയറിന് സുഖമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ചെറിയൊരു ജാതിക്ക് തേനും ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് തേനും ചേർത്ത് ചാലിച്ചങ്ങ് കൊടുത്തിട്ടോ. അത് കൊടുത്തപ്പോഴത്തേക്കും അവൻ്റെ എല്ലാം ഓക്കെ ആയി.
ഉച്ചയായപ്പോൾ നമ്മൾ ഉള്ള കറി കൂട്ടിയിട്ട് ചോറ് കഴിച്ചത്. പിന്നെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പം ഞാനിതാ കുറച്ച് മൈലാഞ്ചി ഇലയൊക്കെ അരച്ച് തലയിൽ തേക്കുവാണ് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് മൈലാഞ്ചി ഇല അരച്ച് തലയിൽ തേക്കാറുണ്ട്. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുകയും പിന്നെ മുടി നന്നായിട്ട് വളരാനും മൈലാഞ്ചി ഇല കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇന്ന് ചേട്ടൻ നേരത്തെ വന്നപ്പോൾ തന്നെ ഇതാ പറമ്പിൽ പോയിട്ട് വിറകൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവിടുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിൽ വിറകൊക്കെ വെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേശ്ശെ എടുത്തുകൊണ്ട് വന്നാൽ മതിയേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചോറാട്ടോ വെക്കുന്നത്. പിന്നെ രാവിലത്തെ ദോശമാവ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ ദോശ ഉണ്ടാക്കാനായിട്ട്. പിന്നെ അരിയൊന്നും വെള്ളത്തിലിട്ടില്ലായിരുന്നേ. ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.